ഒന്നാം അധ്യായം 1-ാം വാക്യം. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഈ ജീവന്റെ വചനമാണ് മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ ശരീരമെടുത്ത് ഈ ഭൂമിയിൽ വന്നു പറഞ്ഞത്. യോഹന്നാൻ 1-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തം അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിയുന്നില്ല. യേശു ലോകത്തിന്റെ പ്രകാശമാണ്. പ്രകാശമായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച് അവന്റെ വചനങ്ങൾ വിശ്വസിച്ച് അവന്റെ പാത പിന്തുടർന്നാൽ നമ്മളെല്ലാവരും പ്രകാശത്തിന്റെ മക്കളായി തീരും. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കും നയിക്കാൻ വേണ്ടിയാണ്. പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവ ദൈവത്തിന് തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവിക ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നു, 1:9 പറയുന്നു, എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. യേശു പറഞ്ഞു, വലിയ സത്യവും ജീവൻ ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിക്കുന്നവരാണ് ഈശോ. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് സ്നാപയോഹന്നാൻ യേശുവിനെ പറ്റി പറയുക ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ 73 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു സമാഹാരമാണ്. ഓരോ പുസ്തകവും കർത്താവിന്റെ ഓരോ പരിശുദ്ധദാസന്മാർ പല സ്ഥലങ്ങളിലായിരുന്നു പരിശുദ്ധാത്മാവിലെ എഴുതിയ വചനങ്ങളാണ്. ഈ വചനങ്ങളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഓരോ പുസ്തകത്താളുകൾ ഓരോ ആളുകളിലും ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ലാതെ ഒന്നുമില്ല. ഈ വചനം നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വസിച്ച് ആഴത്തിലേക്ക് പറഞ്ഞ് നമ്മൾ ആ വചനം ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വായിക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മളുള്ള സ്നേഹം, പുത്രനോട് നമ്മളിലേക്ക് വെളിപ്പെട്ട സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു ക്രിസ്തു എല്ലാവർക്കും മാനവരാശിയുടെ പ്രത്യേക ഒരു ജനവിഭാഗത്തിന് മാത്രമല്ല, ജാതിയും മതവും ഒന്നും ദൈവം യേശു സൃഷ്ടിച്ചിട്ടില്ല, സ്ഥാപിച്ചിട്ടുമില്ല. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശു ഈ ലോകത്തിൽ വന്ന് പിറന്നത്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമകാലത്തെ ബലി എന്ന് പറഞ്ഞാൽ